സാമൂഹിക സാഹചര്യങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന രാജ്യത്ത് സംവരണത്തിലെ വിവേചനം നീതിരഹിതവും മനുഷ്യത്വരഹിതവുമാണെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. പാലാരൂപത പ്ലാറ്റിനം ജൂബിലിയുടെയും DCMS സപ്തതി വർഷത്തിൻ്റെയും ഭാഗമായി രാമപുരത്ത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ നഗറിൽ നടന്ന ക്രൈസ്തവ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഒരു ജനസമൂഹം അവഗണിക്കപ്പെടുന്നതും മതത്തിൻ്റെ പേരിൽ പ്രത്യേക നിയമങ്ങൾ ഒരേ സമുദായത്തിൽപ്പെട്ടവർക്കായി നിർമ്മിക്കുകയും ചെയ്യുന്നത് ഒരു രാജ്യത്തിന് ഭൂഷണമല്ലെന്നും മാർ തോമസ് തറയിൽ ചൂണ്ടിക്കാട്ടി. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ഇവിടെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറയുകയുണ്ടായി, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്. മതേതര രാഷ്ട്രത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിയമങ്ങളിൽ പാസാക്കിയെടുക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല എന്നുള്ളതാണ് സാമാന്യമായ സമൂഹം പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും, ഇപ്പൊ ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കേൾക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഭരണഘടനാ സാധുത ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ വിവേചനമുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന സംവരണത്തിലെ വിവേചനങ്ങൾ. നമുക്കറിയാം, ദളിത് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കാതോലിക്ക ബാബ തിരുമേനി പറഞ്ഞു, ഇന്ത്യൻ ദളിത് എന്നാണ് പറയേണ്ടത്, അല്ലാതെ ദളിത് ക്രിസ്ത്യൻ എന്നോ ദളിത് സിഖ് എന്നോ ദളിത് മുസ്ലിം എന്നോ അല്ല പറയേണ്ടത്. ഇന്ത്യൻ ദളിത്. കാരണം ദളിത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹികമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഈ ദളിത് സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, സാമൂഹികമായ ഒറ്റപ്പെടലുകളും അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മതവിവേചനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. 2011 സെൻസസ് ഡേറ്റയോടനുബന്ധിച്ചുള്ള സർവേകൾ പ്രകാരം 27% ദളിത് സഹോദരങ്ങൾ ഇന്നും ഈ തീണ്ടലിനും തൊടിയിലിനും എല്ലാം വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ. തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന സഹോദരങ്ങൾ 27% ദളിത് സഹോദരങ്ങൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ തന്നെ ഡേറ്റ പറയുന്നത്. 18 മിനിറ്റിൽ അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്കൂളുകളിൽ ദളിത് സഹോദരങ്ങൾ മറ്റ് ജാതികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 70% ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ 70% ഗ്രാമങ്ങളിലും ദളിത് വിവേചനം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടോ അവരുടെ ഇപ്രകാരമുള്ള വിവേചനങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ഒരുമിച്ച് കൂടുക. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യത്തിന്റെ മേലുള്ള കയ്യേറ്റമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. എന്റെ സഹോദരനെതിരെ ഭരണഘടനാപരമായ വിവേചനമുണ്ടെങ്കിൽ അത് നാളെ എനിക്കെതിരെയും മറ്റേതെങ്കിലും രീതിയിൽ വരാം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രകാരമുള്ള ഒരു ഒരുമിച്ച് കൂടൽ അത് തീർച്ചയായിട്ടും വളരെയേറെ അനുഗ്രഹപ്രദമായിരിക്കുന്നു. രാജ്യവും ഭരണഘടനയും പൗരന്മാർക്ക് നൽകുന്ന സുരക്ഷിതത്വ ബോധത്തിൽ മുറിവുകൾ ഉണ്ടാക്കരുതെന്ന് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞു. മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഭരണഘടനയ്ക്ക് തന്നെ അപമാനമാണ്. ദളിത് സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ ഒരുപോലെ കാണണം. ദളിത് ക്രൈസ്തവരോടൊപ്പം ഹൃദയം കൊണ്ട് കേരള സഭ ചേർന്ന് നിൽക്കുന്നുവെന്നും കർദിനാൾ പറഞ്ഞു.